ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ അന്വേഷിക്കുന്നത് NIA ആണ്. എന്നാൽ ഫരീദാബാദിലെ അൽഫലാ സർവകലാശാലയ്ക്കെതിരെ EDയുടെ അന്വേഷണം കൂടി ആരംഭിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഫണ്ടുകൾ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വഴിതിരിച്ചു വിട്ടിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം നടക്കുക. അതിനിടെ വെബ്സൈറ്റിൽ വ്യാജ അക്രഡിറ്റേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിച്ചതിന് അൽഫലാ സർവകലാശാലയ്ക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നോട്ടീസ് അയച്ചു. ഡൽഹി ഓഖ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവകലാശാലയിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കൂടുതൽ ജമ്മു കശ്മീർ സ്വദേശികൾ. ഓഖ്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ അറബ് രാജ്യങ്ങളിൽ നിന്നടക്കം ട്രസ്റ്റ് വിദേശ സംഭാവന കൈപ്പറ്റിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ ഫണ്ടുകൾ ഭീകരപ്രവർത്തനങ്ങൾക്കായി വഴിതിരിച്ചു വിട്ടോ എന്നതാണ് ED അന്വേഷിക്കുന്നത്. സർവകലാശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഡൽഹി പോലീസ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗവും അന്വേഷണം നടത്തും. യൂണിവേഴ്സിറ്റിയിൽ കശ്മീരിൽ നിന്നുള്ളവരെ കൂട്ടത്തോടെ നിയമിച്ചത് കുറഞ്ഞ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇത് ക്യാമ്പസിൽ തീവ്ര മതപരമായ അന്തരീക്ഷം വളരാൻ കാരണമായെന്ന ആരോപണം ശക്തമാണ്. അറസ്റ്റിലായ ഡോക്ടർമാരെ നിയമിച്ചതിലെ മാനദണ്ഡങ്ങൾ NIAയും പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ക്യാമ്പസിൽ വിദ്യാർത്ഥികളെയും സ്റ്റാഫുകളെയും ബുർഖയും ഹിജാബും ധരിക്കാൻ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തിരുന്നില്ല. അൽ ഫലാഗ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും ചാൻസലറുമായ ജവാദ് അഹമ്മദ് സിദ്ദിഖിയുടെ മുൻകാല ജീവിതവും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ജാമ്യ മിലിയയിൽ ജോലി ചെയ്യുന്നതിനിടെ സിദ്ദിഖി സഹോദരൻ സൗദിനൊപ്പം സംരംഭം ആരംഭിച്ച് പണം തട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് അറസ്റ്റിലായ സിദ്ദിഖിയും സഹോദരനും 3 വർഷത്തിലധികം തിഹാർ ജയിലിൽ കിടന്നു. കോവിഡ് സമയത്ത് ലൈഫ് ഇൻഷുറൻസ് ആവശ്യപ്പെട്ട നഴ്സുമാരെ പിരിച്ചുവിട്ടതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലും സ്റ്റൈപ്പൻഡ് നൽകാത്തതിലും പ്രതിഷേധിച്ച മെഡിക്കൽ ഇന്റേണുകളെ സസ്പെൻഡ് ചെയ്തതിലും അൽ ഫലാഗ് യൂണിവേഴ്സിറ്റിക്കെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു. വെബ്സൈറ്റിൽ തെറ്റായ അക്രഡിറ്റേഷൻ വിവരങ്ങൾ പ്രദർശിപ്പിച്ചതിന് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലും സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. യൂണിവേഴ്സിറ്റിക്ക് NAAC അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ മുൻപ് A ഗ്രേഡ് ലഭിച്ച കോളേജുകളുടെ പേര് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുവെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.